ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഹിബ. ഇന്ന് നമ്മൾ ബയോളജി 9ാം ക്ലാസ്സിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? മുറിവ് പറ്റുമ്പോൾ എന്താ സംഭവിക്കുക? അതെ, രക്തം വരും. നമ്മളുടെ ശരീരത്തിൽ എവിടെ മുറിവ് പറ്റിക്കഴിഞ്ഞാലും രക്തം വരില്ലേ? വരും. രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരായിരിക്കും? അതെ, രക്തക്കുഴലുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തക്കുഴലുകളെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള രക്തക്കുഴലുകളാണോ കാണുന്നുണ്ടാവുക? അല്ല, നമ്മളുടെ ശരീരത്തിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. അവയാണ് ധമനി, സിര, ലോമികകൾ. അപ്പൊ നമുക്ക് ഇവ ഓരോന്നിന്റെയും ധർമ്മവും അവയുടെ ഘടനയൊക്കെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ധമനിയെ കുറിച്ച് പറയാം. ധമനി നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന രക്തക്കുഴലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തമാണ് ധമനി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. ഇനി ധമനികളുടെ പ്രത്യേകത, ഘടന നമുക്ക് നോക്കാം. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ധമനികൾക്ക് നല്ല കട്ടിയുള്ള ഭിത്തിയാണുള്ളത്. അതുപോലെ തന്നെ ധമനികളിലൂടെ വളരെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഭിത്തിക്ക് ഇത്ര കട്ടിയും ഇലാസ്തികതയും ഉള്ളത്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ആര്? ധമനി. അങ്ങനെയാണെങ്കിൽ സിരകളുടെ ധർമ്മം എന്തായിരിക്കും? അതെ, നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഇനി സിരകളുടെ ഘടനയും ധമനികളുടെ ഘടന പോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. സിരകൾക്ക് വളരെ കട്ടി കുറഞ്ഞ ഭിത്തിയാണുള്ളത്. അതുപോലെ തന്നെ ഇതിലൂടെ വളരെ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി ധമനികൾക്കില്ലാത്ത ഒരു പ്രത്യേകത സിരകൾക്കുണ്ട്. നമ്മൾ പറഞ്ഞു, സിരകളിലൂടെ കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം ഒഴുകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രക്തം തിരിച്ച് പിന്നോട്ട് തന്നെ ഒഴുകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ട് തന്നെ സിരകളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാൽവുകൾ കാണാം. അപ്പൊ ഇതിലൂടെ രക്തം ഒഴുകുമ്പോൾ, സിരകളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഈ രക്തം തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഒഴുകാതിരിക്കാൻ ഈ വാൽവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ധമനി എന്തായിരുന്നു? ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്നു. സിരകളാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലോമികകളുടെ ധർമ്മം? ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ധമനികളെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ എത്തിച്ചേരുന്ന സിരകളെയും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ലോമികകളുടെ ധർമ്മം. ചിത്രത്തിലേക്ക് നോക്ക്. നമ്മളുടെ ധമനിയും സിരയും പോലെയൊന്നുമല്ല ലോമികകളുടെ ഭിത്തിയുള്ളത്. വളരെ നേർത്ത ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഭിത്തിയാണ് ലോമികകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ചെറുതാണ് കാണാനും. ഇനി വേറൊരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവയുടെ ഭിത്തിയിൽ സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്തിനായിരിക്കും ഈ ചെറിയ സുഷിരങ്ങൾ ലോമികകളിൽ കാണപ്പെടുന്നത്? നമുക്കറിയാം, രക്തത്തിലൂടെയാണ് വിവിധ പദാർത്ഥങ്ങൾ, ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും വിവിധ പോഷക ഘടകങ്ങളും എല്ലാം രക്തത്തിലൂടെയാണ് ആവശ്യാനുസരണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രക്തത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഈ ലോമികകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ. ഈ സുഷിരങ്ങളിലൂടെ ഇവയെല്ലാം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യും. രക്തം ആവശ്യാനുസരണം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവയെ എത്തിക്കും. ഇപ്പൊ നമ്മൾ ധമനികളെ കുറിച്ചും സിരകളെ കുറിച്ചും ലോമികകളെ കുറിച്ചും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ശരീരത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രക്തക്കുഴലുകൾ എന്ന്. അതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ധർമ്മമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പൊ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല. ഇത്തരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും.
അതുപോലെ തന്നെയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. പുകവലി, മദ്യപാനം എന്നിവയെല്ലാം ഈ ഒരു രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ മോശമായ രീതിയിൽ ബാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിത്യവും വ്യായാമം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും നിത്യവും വ്യായാമം ചെയ്യാറുണ്ടോ? നമ്മളുടെ രക്തക്കുഴലുകൾ മാത്രമല്ല, ശരീരത്തിന്റെ ആകെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യവും വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് വിവിധ രക്തക്കുഴലുകളെ കുറിച്ചാണ്, അവയുടെ ധർമ്മം, ഘടന എന്നിവയെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.